ഹായ് ഹലോ നമസ്കാരം. മനോഹരമായൊരു ലക്ഷറി വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. എങ്ങനെ ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് കാണാം മനോഹരമായൊരു ലക്ഷറി വീട്. ഇത് 5 സെൻറ്റിലാണ് ഈ വീട് വരുന്നത്. 5 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു മീഡിയ റൂമും ഉൾപ്പെടെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 400 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടി എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റോഡിൽ നിന്നും 400 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് വരുന്നത്. ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ ദൂരവും ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് 5.5 കിലോമീറ്റർ ദൂരവും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 9 കിലോമീറ്റർ ദൂരവും ലുലു മാൾ എടപ്പള്ളി ലുലു മാളിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രം ദൂരവും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരവും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 13 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. നമ്മൾ കാണുന്ന പോലെ മനോഹരമായ ഒരു കണ്ടംപററി മോഡലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ഒരു മുറ്റം ഈ വീടിന് അവൈലബിൾ ആണ്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ് ഫോൾഡിങ് ചെയ്യാവുന്ന വിധത്തിലുള്ള ഗേറ്റും ഈ വീടിന് നൽകിയിരിക്കുന്നു. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് കേട്ടോ ഈ വീട് വരുന്നത്. ധാരാളം വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷൻ, കാമാക്കോയിട്ടായിട്ടുള്ള മനോഹരമായ ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം ലൈറ്റുകൾ, LED സ്പോട്ടിംഗ് ലൈറ്റുകളും മറ്റും ടെക്സ്റ്റ് വർക്കുകളെല്ലാം ചെയ്ത് വീടിൻ്റെ മുൻവശം നല്ല ഭംഗിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് നോർത്ത് ദിക്കിലേക്കാണ്. മാത്രമല്ല വീടിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഭാഗം പടിഞ്ഞാറ് ദിക്കിലേക്കും വരുന്നു. വീടിൻ്റെ മുൻവശത്തായി 2 വലിയ SUV മോഡൽ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വിശാലമേറിയൊരു മുറ്റമാണ്. കടുപ്പാക്കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്തെ മതിൽ വളരെ മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബും കൂടാതെ ടെക്സ്റ്റ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റും അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ തന്നെ വലിയൊരു ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വണ്ടികളെല്ലാം കാറുകളെല്ലാം കയറി ഈസിയായി ഇറങ്ങി വരാവുന്ന വീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് വീടിൻ്റെ മുൻവശത്തെ മുറ്റം ഒരുക്കിയിരിക്കുന്നത്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനെ വരുന്ന കിണർ വെള്ളമാണ് കേട്ടോ. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല 2018 ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിൽ കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. 2 ചെയറുകൾ ഒരേ സമയത്ത് നമുക്ക് ഇവിടെ ഇടാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട്. തേക്ക് മരത്തിലാണ് മുൻവശത്തെ ഡോർ നിർമ്മിച്ചിരിക്കുന്നത്. ബയോമെട്രിക് ലോക്കും നൽകിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ഡബിൾ ഹൈറ്റ് നൽകിയ മനോഹരമായൊരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസ്, വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കോർണർ സൈസ് സെറ്റ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലായി ഒരു പ്ലാന്റ് എല്ലാം നൽകിയിരിക്കുന്നു. മാത്രമല്ല ടഫൻ ഗ്ലാസ് നൽകി ഒരു സൈഡ് വശം മനോഹരമാക്കിയിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് സ്പേസാണ് ഇവിടെ ലഭിക്കുന്നത്. 4 സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമാക്കിയിരിക്കുന്നു. നമ്മുടെ വ്യൂവേഴ്സിന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും മാത്രമല്ല ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കോമൺ വാഷ് ഏരിയ നൽകിയിരിക്കുന്നത്. ജാഗ്വർ ബ്രാൻഡാണ് ഇതിന് ചൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ വാളുകളിൽ ടൈലുകളെല്ലാം പതിപ്പിച്ചിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 12 പേർ കപ്പാസിറ്റി ഉള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒതുങ്ങിയ രീതിയിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്.
നല്ലൊരു സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും മനോഹരമാക്കിയ ഈ ഏരിയ ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനിലൊന്നാണ്. മാത്രമല്ല ഈ ഒരു സ്പേസ് ഓപ്പണാക്കിയാണ് നൽകിയിരിക്കുന്നത്. ഒരു ചെറിയൊരു കോർട്ട്യാർഡ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെയെല്ലാം ടെഫൻ ഗ്ലാസ് ഉപയോഗിച്ച് മനോഹരമാക്കി ഇരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കിണർ വെള്ളം ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിലാണ് കേട്ടോ ഈ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ കിച്ചൺ സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയൊരു കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് വീടിൻ്റെ ഗേറ്റിനടുത്ത് ആരെങ്കിലും വന്നാൽ നമുക്ക് ഡയറക്റ്റ് വീഡിയോ കോൾ, കോൺഫറൻസ് കോൾ സംസാരിക്കുന്ന വിധത്തിലെല്ലാം സിസ്റ്റമെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയ കിച്ചണാണ് കേട്ടോ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വുഡൻ തീമിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. LED വാം ലൈറ്റുകളെല്ലാം നൽകി, പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി മനോഹരമാക്കിയ കിച്ചൺ. കിഴക്കോട്ടാണ് കേട്ടോ കിച്ചണിൻ്റെ ഒരു കുക്കിംഗ് ചെയ്യുന്ന ഒരു ദിശ വരുന്നത്. ഒരു ഐലൻഡ് ടേബിളെല്ലാം ഈ കിച്ചണ് നൽകിയിരിക്കുന്നു. ഹുഡും ഹോബും അവൈലബിൾ ആണ്. വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റ് വയ്ക്കാനുള്ള പ്രത്യേക ഏരിയയും നമുക്ക് ഈ കിച്ചൺ അവൈലബിൾ ആണ്. ഒരു 6-7 പേർക്ക് ഒരേ സമയത്ത് തന്നെ വർക്ക് ചെയ്യാവുന്ന വിധത്തിലുള്ള നല്ല സ്പേസ് നൽകി തന്നെയാണ് കിച്ചൺ ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി നമുക്ക് റെഫ്രിജറേറ്റർ യൂണിറ്റിലും വയ്ക്കാനുള്ള ഏരിയ വരുന്നുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം ഒന്ന് കണ്ടാലോ. ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ 2 ബെഡ്റൂം. ബെഡ് ഉൾപ്പെടെയാണ് ഈ ബെഡ്റൂം പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വലിയൊരു വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു. സീലിംഗ് ഫാൻ BLDC ഫാൻ നൽകിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 12 അടി വീതിയും ഒരു 14 അടി നീളവുമായാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിട്ടുണ്ട്. അടുത്തായി ബാത്റൂം സൈഡിലേക്ക് പോയാൽ ഒരു ബാത്ത് ടബ് ഉൾപ്പെടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ബാത്റൂം മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നു. കൺസീൽഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് എല്ലാം നൽകിയിരിക്കുന്നത്. ജാഗ്വർ ബ്രാൻഡാണ് ഇതിനു വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഒരു വാൾഡ്രോബ് സൗകര്യം മനോഹരമായ രീതിയിൽ തന്നെ ഒതുങ്ങിയ രീതിയുടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ മനോഹരമായ ബാത്റൂം. നല്ല കൺസീൽഡായിട്ട് തന്നെയാണ് ഈ ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ജാഗ്വർ ബ്രാൻഡ് തന്നെയാണ് ഇവിടെയും ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വുഡാണ് കേട്ടോ അതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിരിക്കുന്നു. ടഫൻ ഗ്ലാസ് ആണ് ഈ ഒരു ഏരിയയിൽ ഇതിൻ്റെ ഹാൻഡ് റെയിലിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസും വുഡും ഉപയോഗിച്ചിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി അയൺ ഡ്രസ്സെല്ലാം അയൺ ചെയ്യാനുള്ള പ്രത്യേക ഏരിയ ഒരുക്കിയിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. 5 സെൻറ്റിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2500ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയൊരു ഏരിയയാണ്. ഇവിടുത്തെ ലിവിങ് സ്പേസ് ആയാലും ഡൈനിങ് സ്പേസ് ആയാലും കിച്ചൺ ആയാലും ബെഡ്റൂമുകൾ തന്നെയാണ്. എല്ലാ ഏരിയയും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2500ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. കൂടാതെ 4 ബെഡ്റൂമുകളും ഒരു മീഡിയ റൂം ഉൾപ്പെടെയാണ് ഈ വീട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇതേ മോഡൽ 2 വീടുകൾ കൂടി ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ പണികൾ ഏതാണ്ട് ഒരു 50% വർക്കുകളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്ന് മെട്രോയിലേക്ക് ഏതാണ്ട് ഒരു 5 മിനിറ്റ് യാത്ര മാത്രമാണ് മെട്രോയിലേക്ക് വരുന്നുള്ളൂ. മാത്രമല്ല കാക്കനാട് ഇൻഫോ പാർക്ക് ആണെങ്കിൽ ഒരു 8 കിലോമീറ്റർ ദൂരം മാത്രം വരുന്നു. ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റഡി ഏരിയ നൽകിയിരിക്കുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മീഡിയ റൂം. നല്ല മനോഹരമായ രീതിയിലാണ് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെയറുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു.
കൂടാതെ സബ് വൂഫറും കാര്യങ്ങളെല്ലാം നൽകി നല്ല അത്യാവശ്യം ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ഈ ഒരു ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായി ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് കേട്ടോ ടെറസിലേക്കുള്ള സ്റ്റെയർകേസും നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് കണ്ടാലോ. 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം, ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം. ഈ വീട്ടിലെ 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം വിത്ത് ബെഡ് ഉൾപ്പെടെയാണ് ഈ ബെഡ്റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാളുകളിൽ വാൾപേപ്പറെല്ലാം നൽകിയിരിക്കുന്നു. വലിയൊരു വാൾഡ്രോ സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ബേ വിൻഡോ എല്ലാം നൽകി മനോഹരമാക്കിയ ഒരു ഏരിയ നമുക്ക് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് കേട്ടോ ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 12-13 അടി നീളം, ഒരു 15 അടി വീതിയുമായാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം. മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. എക്സോസ്റ്റ് സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ ഒരു ബാൽക്കണി, നല്ല സ്പേഷ്യസ് ആയ ബാൽക്കണി കൂടി ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ തിരിച്ച് തന്നെയാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബാൽക്കണി ഏരിയയിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സീലിങ്ങുകളിൽ ലൂവേഴ്സ് എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ടെഫൻ ഗ്ലാസ് ആണ് ഹാൻഡ്രൈലിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു വീട്. 5 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ വീടിന് ചോദിക്കുന്ന വില 1,19 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിംഗ് ഒയാസിസ് പ്രോപ്പർട്ടീസ് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഈ ഹൗസ് പർച്ചേസ് ചെയ്യാൻ ലോൺ സൗകര്യവും നമുക്ക് എല്ലാ ബാങ്കുകളിലെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.